വീട്ടില് പെണ്ണിന് 18 അപ്പ കല്യാണം. 18 മുൻ വളയിടലും അത് വേറെ കല്യാണം. തൊലിക്ക് നല്ല കട്ടിയാണല്ലോ. പെണ്ണെ സമ്മതിച്ചില്ലെങ്കിൽ അവിടെ ഒത്ത കല്യാണം. പെണ്ണിൻ സമ്മതമില്ലാതെ നടത്തും വേറെ കല്യാണം. സത്യമാണോ ഈ പറയുന്നത്? അപ്പം അതിൽ ചാട്ടം, ഒളിച്ചോട്ടം, അത് വീടിന് അപമാനം. അടിപൊളി. പിന്നെ നാട്ടിലും വീട്ടിലും പാടി നടക്കും വാർത്താ പൊടിപ്പൂരം. ശരിയാവുന്നില്ല, ഒട്ടും ശരിയാവുന്നില്ല. സംഗീതത്തിൽ തീരെ വാസനയില്ല. വാസന പോലും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കും. കാരണവന്മാർ വീട്ടിൽ വന്ന് പണ്ടുള്ള പഴങ്കഥകൾ പറഞ്ഞ് വീട്ടിലൊരു പെണ്ണിനെ കണ്ടാൽ കെട്ടിക്കാനായി. ഇതിനാണ് ഒരു ഗായകന്റെ പതനമെന്ന് പറയുന്നത് അല്ലേട്ടാ? ഉപ്പമാരെ അടുത്തിരുത്തി പെണ്ണിനെ വേഗം കെട്ടിക്കേണം. അവളുടെ മംഗളവും കഴിഞ്ഞാൽ സന്തോഷമല്ലോ. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? എൻ പൊന്നു കാരണവന്മാരിങ്ങൾ കേൾക്കണം. ഈ കുഞ്ഞു പെണ്ണിൻ മനസ്സിൽ വലിയൊരു സ്വപ്നം അതുണ്ടെന്നോർക്കണം. വയലാറെഴുതുപോലെ ആ സ്വപ്നം അതെന്തെന്നറിയണം. സന്തോഷത്താൽ നിറവേറ്റണം. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? എടാ നീ എവിടെ പോയി കിടക്ക? നിങ്ങളൊരു സ്കൂട്ടി പഠിത്തം ബാങ്ക് വന്നേ. എനിക്ക് പഠിക്കണം. സത്യമാണോ ഈ പറയുന്നത്? എന്തായാലും ഞാൻ ജീവിച്ചിരുന്നോ കാലം അങ്കിഷ്ടത്തെ അല്ലെങ്കിൽ ഈ കുഞ്ഞിക്കാരത്ത് നടത്തി തരില്ല പോരെ. ആറ്റുനോറ്റ് 18 ലൈസൻസ് എടുക്കാൻ പ്രായമായി. ബൈക്കെടുത്ത് കറങ്ങാനായി കല്യാണമായി. വീട്ടിലുള്ളൊരു ഫ്രീഡം പോയി, പഠിക്കാനുള്ളൊരു മൂടും പോയി, ജീവിതമാകെ മിന്നിപ്പോയി കല്യാണമായി. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. കല്യാണാലേക്കും വരട്ടെ. പാപ്പാണ്ട് പലവട്ടം ഞാൻ പറഞ്ഞാണ് പെങ്ങൾക്ക് ഇപ്പൊ കല്യാണം വേണ്ടാന്ന്. അവൾ ഇനി പഠിക്കട്ടെ. പഠിപ്പ് വരില്ലാതെ എന്തർത്ഥത്തിലാണ് ഞാൻ അവളെ കല്യാണം കഴിപ്പിക്കേണ്ടത്? പുല്ലുവല്ല നേടാനോ? ഇനി ഇപ്പേരും പറഞ്ഞ് ഏത് കാരണവന്മാരായാലും കല്യാണക്കാരായാലും ഈ പടി കയറി പോരുത്. കല്യാണം അപ്പം അതിൽ ചാട്ടം. ശരിയാണ്, 100ൽ 100 വട്ടം. എന്തായാലും ഈ പണി ഇന്നത്തോടു കൂടി ഇനി മോളെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോളി. ചുരുക്കുള്ള നല്ലൊരു ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരാം. വീട്ടില് പെണ്ണിന് 18 അപ്പ കല്യാണം.